ഹലോ, നിങ്ങൾക്ക് പേഴ്സണൽ ജേണലൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു നോക്കുക കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള പേഴ്സണൽ ജേണലിൻ്റെ പേജസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഈ ഒരു ജേണൽ ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് ഞാൻ എബൌട്ട് മീ എന്നുള്ള രീതിയിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഞാൻ എൻജോയ് ചെയ്യുന്ന എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഓരോന്നും ഞാൻ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജേണലിൻ്റെ ഫസ്റ്റ് പേജ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. സിമ്പിൾ ഡിസൈനും അതുപോലെ കൊച്ചു കൊച്ചു സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലൊരു സെൽഫ് ലവ് പേജാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാം. ഞാനതിൽ കുറച്ച് അഫർമേഷനൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അടുത്തതും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജേണൽ പേജാണ് കേട്ടോ. ഇതും സെൽഫ് ലവ് പോലെ തന്നെയാണ്, പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ കോഫി തീം വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തേക്കുന്നത്. ഇതിൽ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉള്ളൂ. പിന്നെ എൻ്റെ മൈൻഡിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ജേണൽ സ്പ്രെഡിൽ നമ്മുടെ മൈൻഡിൽ റാൻഡമായിട്ട് തോന്നുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെക്കാം കേട്ടോ. ഇതും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പേരാണ് ബ്രെയിൻ ഡംപ്. നിങ്ങൾ ലോ ആയിട്ടിരിക്കുന്നൊരു ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷനൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പേജ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു പേജ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അഫർമേഷൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ സിമ്പിൾ ഡിസൈനുമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലൊരു ഗ്രാറ്റിറ്റ്യൂഡ് പേജാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് താങ്ക്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതി ചേർക്കാൻ പറ്റും. ഇതും സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇത്രയും പേജസ് ആണ് കേട്ടോ ഞാനിപ്പോൾ എൻ്റെ പേഴ്സണൽ ജേണലിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടെ റിസർച്ച് ചെയ്തിട്ട് പേഴ്സണൽ ജേണലിൽ എന്തൊക്കെ ഉൾപ്പെടുത്താമെന്നുള്ളത് വീഡിയോസായിട്ട് ചെയ്യാം. താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യും. അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.